ആ മാളു 3 ചായയില് പഞ്ചസാര ഇടണ്ടാട്ടോ. വല്യമ്മായിക്കും കൂടിയുള്ള 2 പേർക്ക് ഷുഗർ ഉണ്ട്. ജലജമായി അവർക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ അമ്മായി എന്താ? വല്യമ്മയും കൂടെയുള്ള 2 പേരും ഉണ്ടല്ലോ. ആ അവര് പഞ്ചാരയില്ലാതെ ചായയും കുടിക്കും, എന്നിട്ട് പലഹാരവും കഴിക്കും. ഷുഗർ കുറയോ? നീ അതൊന്നും അവരോട് പറയാൻ നിക്കണ്ട. എന്താ മോനെ? ആന്റി, ഈ ഫ്രിഡ്ജ് എവിടെയാ? ചേച്ചിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആ മോന് തണുത്ത വെള്ളമല്ലേ വേണ്ടത്? ഇപ്പൊ തരാം. പൊടി. അയ്യേ, അവരെ വെള്ളത്തിൽ കൈയിട്ട് മുക്കി. ഇനി ആ വെള്ളം എങ്ങനെ കുടിക്കും? ആന്റി, ഇവിടെ വാട്ടർ പ്യൂരിഫയർ ഒന്നുമില്ലേ? ഇതാണ് ഇവിടുത്തെ വാട്ടർ പ്യൂരിഫയർ. നല്ല ശുദ്ധമായ വെള്ളം. ഇത് പ്രവർത്തിക്കാൻ കറണ്ടും വേണ്ട, സർവീസും ചെയ്യണ്ട. ഏത് കൊടും വേനലിലും മൺകലത്തിലെ ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അതാണ് ഗ്രാമീണരായ ഞങ്ങളുടെ ഈ വാട്ടർ പ്യൂരിഫയറിന്റെ പ്രത്യേകത. മനസ്സിലായോ? അല്ല ജലജമായി? അമൃതേച്ചിക്ക് വെള്ളം ഞാൻ കൊണ്ടു കൊടുത്തോളാം. അയ്യോ, ഈ സാവിത്രി എവിടെ പോയി കിടക്ക? എടാ ശ്രീയെ, ഞാനിപ്പോ വരാട്ടാ. ആ മാളുവേ, നീ ആ സാവിത്രി അവിടെ എങ്ങനെ കണ്ടോടി? സാവിത്രിമായി കുറച്ചു മുമ്പ് അടുക്കളയിലുണ്ടായിരുന്നല്ലോ. അടുക്കളയിലോ? ആ, ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞിട്ട് വരാം. ഏട്ടത്തി, ദാ വെള്ളം. വേണ്ട, അത് കുടിക്കണ്ട. ഞാൻ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചോണ്ട് വരാം. ബോട്ടിൽ വെള്ളം എന്തിനാ ഇപ്പോ? ഇത് മൺകുടത്തിലെ നല്ല തണുത്ത വെള്ള. ഈ വെള്ളം ഏട്ടത്തി കുടിച്ചോ. കുടിക്കെടുത്തി. വേണ്ട ചേച്ചി, വേണ്ട. കുടിക്കെടുത്തി. പൊടി. കണ്ടോ ശ്രേയേട്ട, മൺകുടത്തിലെ വെള്ളം ഒരു മടിയില്ലാതെ ഏട്ടത്തി കുടിച്ചു. ഏട്ടത്തി ഈ വീടുമായിട്ട് സെറ്റായി ഇപ്പൊ. ഇവിടെ ചിലർക്കൊക്കെ വാട്ടർ പ്യൂരിഫയർ വേണം, ബോട്ടിൽ വെള്ളം വേണം. പക്ഷെ ഏട്ടത്തിക്ക് അതൊന്നും വേണ്ട. മണ്ണി ചവിട്ടി നിന്ന് ജീവിച്ചാലേ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാവുള്ളൂ. ഗ്ലാസ് ഇങ്ങ് താഴെത്തി. അടുക്കളയിലെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാന് ഇപ്പൊ വരാവേ. എടാ ശ്രീ, അയ്യോ എന്താടാ അത്? എടാ വടക്കേലെ ഗോപേട്ടനല്ലേ, അങ്ങനെ അവിടെ വന്ന് എന്നെ അന്വേഷിക്കണം. വാ. ചേച്ചി, ചേച്ചി എന്തിനാ വെള്ളം കുടിച്ചേ? ഇനി ഇതൊക്കെയല്ലേ കിട്ടൂ, കുടിക്കാതെ വേറെ വഴിയില്ലല്ലോ.